എല്ലാം ഏറ്റവും വലിയ റോൾ മോഡലായിരിക്കണ്ട എൻ്റെ മക്കളുടെ എല്ലാവരുടെയും. നിങ്ങൾ ഇപ്പോഴും വളരെ ചെറുപ്പമാണ്, പക്ഷെ നിങ്ങൾ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെ ആര് പറഞ്ഞാലും ഞാൻ കേൾക്കൂല. അൽഫോൺസ് കണ്ണന്താനം പ്ലീസ്, നമുക്ക് തിരിച്ചു പോകുന്നതല്ല, ഞാൻ അതിന് വേണ്ടിയല്ല, ഞാൻ അതുകൊണ്ട് അതുകൊണ്ട് ഇതിനാ ശ്രീശാന്തിനാ ഏത് റോൾ മോഡൽ വേണം. ഹീസ് എ വെരി ഹാൻസം മാൻ, നല്ല സുന്ദരനാ, അഭിനയിക്കാം, ഡാൻസ് ചെയ്യാൻ നല്ല കഴിവുണ്ട്, നല്ല ക്രിക്കറ്ററാണ്. ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല ബോളറാണ് എൻ്റെ കാഴ്ചപ്പാടിൽ. ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ എബിലിറ്റിയുള്ള ഏറ്റവും നല്ല എബിലിറ്റിയുള്ള ബോളറാണ്. ഞാൻ അതുകൊണ്ട് പറയുന്നത് ഞാൻ പറയുന്നത് എനിക്ക് വളരെ രോമാഞ്ചമാണ് ഈ കക്ഷി അങ്ങോട്ട് ബോൾ ചെയ്യാൻ പോകുന്നത് കാണും. പക്ഷെ ഈ കക്ഷി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഇല്ലാത്തത് എനിക്ക് വലിയ ദുഃഖമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലോകം ജയിക്കുന്ന ഇന്നിപ്പോ ഒബാമയാണെങ്കിലും ആരാണെങ്കിലും ശ്രീശാന്ത് നോക്കിയാലേ, ഒബാമയാണെങ്കിലും ആരാണെങ്കിലും മെന്റൽ എബിലിറ്റി കൊണ്ട് മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. മെന്റൽ എബിലിറ്റി, ആ മെന്റൽ എബിലിറ്റി ശ്രീശാന്തിന് ഉണ്ടാകാം. ഇത് വലിയ ബുദ്ധിമുട്ടാണ്. മഹാത്മാഗാന്ധി ഒന്നും ആകണ്ട, നമുക്ക് ആർക്കും ആകാൻ പറ്റില്ല. നമുക്ക് അല്ല, അതൊന്നും നമുക്ക് ആർക്കും പറ്റില്ല. വി ആർ ഓൾ വെരി സ്മോൾ പീപ്പിൾ. നമുക്ക് മഹാഗാന്ധിയെ സംബന്ധിച്ച് നമ്മൾ വളരെ, പക്ഷേ ശ്രീശാന്ത് കേരളത്തിനും ഇന്ത്യക്കും ഏറ്റവും ചെറുപ്പക്കാർക്ക് ഏറ്റവും വലിയ റോൾ മോഡലാകാം. അഭിനയിക്കാൻ പറ്റും, വെരി ഹാൻസം മാൻ, ഡാൻസർ ആകാം, എന്തൊക്കെ വേണമെങ്കിലും ആകാം. നമ്മുടെ ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം മാത്രമേ മനുഷ്യൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ ചെയ്തില്ലോ. ആരും പറഞ്ഞ് കേൾക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ അച്ഛനും പറഞ്ഞ് കേട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല മനോരമ പോലത്തെ ഒരു ഫേമസ് ചാനലിൽ എല്ലാവരുടെ മുമ്പിൽ ഇപ്പോൾ ആരാധിക്കുന്ന ഒരു വ്യക്തിയായിട്ടോ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ആരാധിച്ചില്ലെങ്കിലും അമ്മ പറയുന്നത് വന്ദിച്ചില്ലെങ്കിൽ നിന്ദിക്കേണ്ടത് മാത്രം മതി. എൻ്റെ ലൈഫ് ഞാൻ ജീവിച്ചോട്ടെ, എന്റെ അച്ചീവ്മെന്റ് ഞാൻ ചെയ്യും. അതായത് ആരുടെ ഹെൽപ്പ് ഇല്ലെങ്കിലും ഗോഡ്സ് ഗ്രേസ് I'll achieve what I have aimed for. ശ്രീശാന്ത് ഒരുപക്ഷെ ഞാൻ എന്റെ വഴിക്ക് പോയിക്കോളാം, ആരും എന്നെ നന്നാക്കാൻ നോക്കണ്ട എന്നുള്ളത് അങ്ങനെ പറയുന്നില്ല. അതാണ് ക്ലാരിഫൈ ചെയ്യണം. അതുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞത് അതാണ്. ആര് വിചാരിച്ചാലും ഞാൻ എന്ത് വേണേലും ആകും. നമ്മളെല്ലാം ആകുന്ന സമൂഹത്തിൽ ആര് വിചാരിച്ചാലും വിചാരിച്ചില്ലെങ്കിലും ആരെന്നെ സഹായിച്ചാലും, മലയാളത്തിൽ എനിക്കും സഹായിച്ചില്ലെങ്കിലും ഒരു മിനിറ്റ് മലയാളം കണ്ടു എനിക്ക് ശ്രീ അൽഫോൺസ് കണ്ണന്താനം മലയാളത്തിൽ ഞാൻ പറഞ്ഞത് റിപ്ലൈ വേണമെങ്കിൽ എടുക്കാം, റിവൈൻഡ് ചെയ്യാം, ഈ പരിപാടി ലൈവ് വരുമ്പോ കാണാം. ശ്രീശാന്ത് എനിക്ക് നല്ല മെമ്മറി ഉള്ള ആളാണ്, അതുകൊണ്ട് തന്നെ പറഞ്ഞു മെമ്മറി. ഞാൻ സഹായിച്ചാലും സഹായിച്ചില്ലെങ്കിലും എന്റെ ഫോക്കസ്, എന്റെ ടാർഗറ്റ് എനിക്ക് മാം കേട്ടതാണ്, ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ അത് മാത്രമേ പറഞ്ഞു. നിങ്ങൾക്ക് ടാലന്റ് ഉണ്ട്, നിങ്ങൾക്ക് ആ മെന്റൽ കപ്പാസിറ്റി ഉണ്ട്, ഇന്ത്യയെ കോൺകർ ചെയ്യണം, ലോകം കോൺകർ ചെയ്യണം. സമയം കൂടി ദയവേത് സഹകരിക്കുക ശ്രീ അൽഫോൺസ് കണ്ണന്താനം. അടുത്ത ചോദ്യം നിങ്ങളിൽ നടയിൽ നിന്ന് വളരെ പെട്ടെന്നൊരു ചോദ്യം. ഹലോ ശ്രീശാന്ത്, മുതലാളിയാണല്ലോ പ്രീതി സിൻഡ്ര, അവരെ കുറിച്ച് താങ്കൾക്ക് എന്താണ് അഭിപ്രായം? പ്രീതി സിൻഡ്രയെ കുറിച്ച് എന്താ അഭിപ്രായം? ലവബിൾ ആൻഡ് വെരി കെയറിംഗ് പേഴ്സൺ ആണ്. അത്ര ഒരു വലിയ സെലിബ്രിറ്റി ആണെങ്കിലും എന്താ പറയണേ, എങ്ങനെ ഒരാളെ ഇപ്പോൾ ഒരു പുതിയൊരു ടീമായിരുന്നു, ക്രിക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു, പക്ഷേ ആ ഒരു 44 days ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല, കംപ്ലീറ്റ് ക്രിക്കറ്റ് സ്വന്തം ടീമാണ്. അപ്പം ഷൂട്ടിംഗ് എല്ലാം വിട്ട് ടീമിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ഈവൻ പാർട്ടീസ് ഓർ IPL വാസ് മോസ്റ്റ്ലി പീപ്പിൾ സേ ഇറ്റ് വാസ് എൻ്റർടൈൻമെൻറ്റ്. She was a lovely and sweet and ഈ ഒരു ഘട്ടത്തിൽ അഡ്വക്കേറ്റ് സരിത, ശ്രീശാന്തിന്റെ വ്യക്തിത്വത്തിന്റെ പല മുഖങ്ങളാണ് നാം കാണുന്നത്. അതിൽ പലതും ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ മലയാളികളാണ് ശ്രീശാന്തിനെ ഒരു ക്രിക്കറ്റർ എന്ന നിലയിൽ ആരാധിക്കാനും അംഗീകരിക്കാനുമാണ് പൊതുവെ ഇന്ത്യയിലെ മറ്റു സമൂഹങ്ങളിൽ നിന്നുള്ള താല്പര്യങ്ങൾ കൂടുതലും കാണുന്നത്. പക്ഷേ മലയാളികൾക്കിടയിലാണോ അദ്ദേഹത്തിൻ്റെ ഇത്തരം ക്യാരക്ടറിന് കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ കാണാൻ ശ്രമിക്കുന്നത്? അങ്ങനെ ഒരു പ്രശ്നം തോന്നുന്നുണ്ടോ താങ്കൾക്ക്? മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊരു പക്ഷേ പറയാം. പക്ഷെ അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. എൻ്റെ വീട്ടിലെ കുട്ടി എന്തെങ്കിലും ചെയ്താലാണ് എന്നെ അത് ബാധിക്കുള്ളൂ. ഞാൻ അതിനെക്കുറിച്ച് പറയും. പിന്നെ മറ്റുള്ളവരെക്കാൾ ഒരു പക്ഷേ മലയാളിക്ക് തെറ്റായിരിക്കാം, ശരിയായിരിക്കാം, മറ്റുള്ളവരുടെ കാര്യത്തിൽ പ്രത്യേക ഒരു താല്പര്യമുണ്ട്. ഒരു പക്ഷേ അതായിരിക്കാം ശ്രീശാന്തിനെ എന്നും ഇങ്ങനെയൊരു സർക്കിളിനുള്ളിൽ ഇങ്ങനെ ഒരു കസേരയിൽ ഇരിക്കുന്നത് പോലെ എന്നും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ശ്രീശാന്ത് അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. ഇഫ് യു ആർ നോട്ട് എ സെലിബ്രിറ്റി, ഇഫ് യു ആർ നോട്ട് എ ടാലന്റഡ് പേഴ്സൺ, യു വിൽ നോട്ട് ബി ഫോക്കസ് ഫോർ എവർ. ഒരുപക്ഷെ ശ്രീശാന്ത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പലരും പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു മറു അഭിപ്രായം, മലയാളികൾക്ക് ശ്രീശാന്തിനോട് അസൂയുള്ളതുകൊണ്ടാണെന്ന്. അങ്ങനെ ഒരു വിശ്വാസം ശ്രീശാന്തിനുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം തീർച്ചയായിട്ടും ഇപ്പോഴും 3 വർഷമായിട്ട് ഇന്ത്യ കളിച്ചു. പക്ഷേ
100-150 ഇന്റർനാഷണൽ വിക്കറ്റ്സ് ഒന്നും ആയി, ഇൻക്ലൂഡിങ് 2020 IPL എല്ലാം. പക്ഷേ ഇപ്പോഴും ഞാനിപ്പോഴും ശരിക്കും എൻ്റെ അച്ഛനും അമ്മയും താങ്ക്സ് ടു ദം ഒന്നും അച്ചീവ് ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് ഇപ്പോഴും. കാരണം എൻ്റെ ഡ്രീം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരും സഹായിച്ചാലും ഇല്ലെങ്കിൽ ദിസ് ഇസ് നോട്ട് മൈ ടാർഗറ്റ്. ഐ മീൻ എൻ്റെ സത്യമായിട്ട് ഇപ്പോൾ ഒരു 3 വർഷത്തിൽ നിങ്ങൾ കണ്ടത് 10% ഓഫ് ശ്രീശാന്താണ്. മൈ ബെസ്റ്റ് ഇസ് ഷുവർലി യെറ്റ് ടു കം. അതൊരു നല്ല വാക്കാണ്. നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ 10%, 90% ഇസ് യെറ്റ് ടു കം. സോ പ്ലീസ് ഡോണ്ട് വറി. എനിക്ക് ഉറപ്പായിട്ട് എനിക്കറിയാം. ഒരു ചോദ്യം കൂടി. ഇപ്പോൾ താങ്കൾ ഇവിടെ പറഞ്ഞു വാർത്തകളെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. പക്ഷെ സത്യത്തിൽ താങ്കൾ അത് ഞാൻ വാർത്തയാവുന്നു എന്നുള്ളൊരവസ്ഥ ആസ്വദിക്കുന്നില്ലേ? അതും അല്ലെങ്കിൽ താങ്കൾ വാർത്താ പ്രാധാന്യമുള്ള വ്യക്തിയാണ് എന്നറിഞ്ഞുകൊണ്ട് വാർത്തകൾ സൃഷ്ടിക്കുന്നതിൽ ഹരം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ താങ്കൾ അത് അംഗീകരിക്കുമോ? ഒരിക്കലുമില്ല. കാരണം സത്യമായിട്ട് ഞാൻ തീർച്ചയായിട്ടും ആദ്യത്തെ ആ ഒരു 6-7 മാസം ഭയങ്കര ക്രേസി ആയിരുന്നു. എൻ്റെ ഫോട്ടോ വന്ന് അപ്പോൾ കട്ട് ചെയ്യും, ഞാൻ വീട്ടിൽ വിളിച്ചു പറയും, അത് ആ TV ചാനലിൽ റെക്കോർഡ് ചെയ്യണം, ഞാൻ പ്രാക്ടീസിനാണെങ്കിൽ റെക്കോർഡ് ചെയ്യണം, എനിക്ക് കാണണം. ഞാൻ പണ്ടൊക്കെ ഇവിടെ ഈ പരിപാടി കഴിഞ്ഞ് CD വരെ മേടിച്ചുകൊണ്ട് പോകാറുണ്ട്. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ലെവൽ ക്രിക്കറ്റ് കളിച്ച ഇപ്പോൾ സെലിബ്രിറ്റി ആണ്, ഒരു ലെവൽ കഴിഞ്ഞ് കഴിയുമ്പം യുവർ പ്രയോറിറ്റി ടുവേർഡ്സ് ലൈഫ് ചേഞ്ചസ്. അപ്പോൾ ഒരു വ്യക്തി എന്ത് പറയണമെന്ന് നോക്കിയെന്ന് കഴിഞ്ഞാൽ അതെൻ്റെ കൺട്രോളിലല്ല. ഞാനിപ്പോൾ ഇപ്പം എന്ത് പറഞ്ഞു എന്ന് ഞാൻ അത് ചിന്തിച്ചുകൊണ്ട് ഞാൻ കാറി കയറി കഴിഞ്ഞാൽ ഞാൻ അത്രയും ടൈം വേസ്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു ബജിപ്പ അല്ല, ആരും പഞ്ചാബിലേക്ക് വന്നാലും അവിടെ ഒരു മലയാളി ഉണ്ട്, പഞ്ചാബികൾ മാത്രം ഒരു മലയാളിയുടെ ഉണ്ട്. അപ്പോൾ ഇത്തിരിയുടെ സ്ട്രോങ് ആണ്. നോർത്തും സൗത്തും കൂടെ ഒരുമിച്ചാണ് അവിടെ ഉള്ളത്, ജയിക്കില്ല.